വീണയെ അടങ്കൽ പൂട്ടി. CMRL മാസപ്പടി കേസിൽ ബുധനാഴ്ചയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയെ കൊച്ചി സോണൽ ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ഏതാണ്ട് 8.5 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം വീണയെ വിട്ടയക്കുകയും ചെയ്തു. ഇന്ന് ED വളരെ നിർണായകമായ ഒരു നീക്കമാണ് നടത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ MG റോഡിലുള്ള HDFC ബാങ്കിലാണ് വീണയുടെ അക്കൗണ്ട് ഉള്ളത്. നേരത്തെ തന്നെ ഈ അക്കൗണ്ട് ED ഫ്രീസ് ചെയ്തിരുന്നു, അത് മരവിപ്പിച്ചിരുന്നു. ആ അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടി ഇന്ന് രാവിലെ 10:30 തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ബാങ്കിലെത്തി. അതിനുശേഷം വീണയെ അവിടേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് ആ ലോക്കർ തുറന്ന് പരിശോധിച്ചു. എന്തെല്ലാമാണ് ആ ലോക്കറിലുള്ളത്, എന്തെങ്കിലും തരത്തിലുള്ള രേഖകളുണ്ടോ, ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് എവിഡൻസ് എന്തെങ്കിലും ആ ലോക്കറിലുണ്ടോ എന്നുള്ളതായിരുന്നു EDയുടെ അന്വേഷണം. പക്ഷേ അത് എത്രത്തോളം കണ്ടെത്താൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും രേഖ പിടിച്ചെടുത്തു എന്നതിനെ കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. കാരണം 11 മണിയോടുകൂടി ആരംഭിച്ചിട്ടുള്ള ഈ ഒരു പരിശോധന 1:30 വരെ, ഉച്ചയ്ക്ക് 1:30 വരെ നീണ്ടു നിന്നു. ഇത്രയും സമയം 11:30 മുതൽ 1:30 വരെ EDയുടെ കസ്റ്റഡിയിൽ തന്നെയായിരുന്നു പ്രായോഗികമായി വീണ എന്ന് വേണമെങ്കിൽ പറയാം. ഒഫീഷ്യലി അല്ല എങ്കിൽ പോലും EDയുടെ നിരീക്ഷണം തന്നെയായിരുന്നു കസ്റ്റഡിയിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ അൺഒഫീഷ്യലായിട്ട് പറയാവുന്നതേ ഉള്ളൂ. വീണയെ വിളിച്ചു വരുത്തി ഈ ലോക്കർ തുറന്നത്, കാരണം അവരാണല്ലോ അതിൻ്റെ കസ്റ്റോഡിയൻ. ആ നിലയ്ക്ക് അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് ED സംഘം എത്തിയത്. അക്കൗണ്ട് മരവിപ്പിച്ചതാണ്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട്, എക്സോലോജിക്കൽ കേസുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിട്ടുള്ള ബാങ്ക് ഇടപാടുകളുടെ രേഖകൾ മുഴുവൻ ഇന്ന് ED ശേഖരിക്കുകയും ചെയ്തു. SFIയുടെ പക്കൽ നിന്നും ഏതാണ്ട് 134 രേഖകളാണ് EDയുടെ പക്കലുള്ളത്. അതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് EDയുടെ മൊഴിയും അതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മൊഴിയും മറ്റ് 134 രേഖകളടക്കമുള്ളവയെല്ലാം കൂടി ഒത്തുനോക്കിക്കൊണ്ടാണ് ബുധനാഴ്ച വീണയെ ചോദ്യം ചെയ്തത്. അതിന്റെ തുടർ നടപടി എന്ന നിലയിലാണ് ഇന്ന് പൊടുന്നനവേ EDയുടെ ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ബാങ്ക് ഉദ്യോഗസ്ഥരുമായി ED ഉദ്യോഗസ്ഥർ വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതേപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അറിയേണ്ടത്, അതെല്ലാം തന്നെ അവർ ഇന്ന് പരമാവധി ശേഖരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ബാങ്കിലെ രേഖകൾ, അതിൻ്റെ ട്രാൻസാക്ഷൻ അടക്കമുള്ള വിശദാംശങ്ങൾ, ഒപ്പം ഈ പറയുന്ന ലോക്കറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ, അതിലെ തെളിവുകൾ, അതിലുണ്ടായിരുന്ന വസ്തുവകൾ എന്തൊക്കെയാണ്, ഇനി ഇപ്പോഴില്ലെങ്കിൽ തന്നെ അതിൽ നേരത്തെ വീണ എന്തെങ്കിലും സൂക്ഷിച്ചിരുന്നുണ്ടോ, അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്, എപ്പോഴാണ് അങ്ങനെയെങ്കിൽ അത് എടുത്തു മാറ്റിയത്, തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങളാണ് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് EDക്ക് അറിയേണ്ടിയിരുന്നത്. നേരത്തെ തന്നെ ഈ അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നതിനാൽ അതിനുശേഷം മരവിപ്പിച്ച ഡേറ്റ് മുതൽ പിന്നീട് അവിടെ ട്രാൻസാക്ഷൻ നടന്നിരുന്നില്ല. അതുകൊണ്ട് ആ മരവിപ്പിച്ച ഡേറ്റിന് മുൻപ് നടന്നിട്ടുള്ള ട്രാൻസാക്ഷനും ഒപ്പം ഈ ലോക്കറിൽ എന്തെല്ലാം കാര്യങ്ങൾ വീണ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ തന്നെ ഇന്ന് ED ഈ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ നീണ്ടുനിന്ന ഈ ഒരു പരിശോധനയിൽ ED വേണ്ട രേഖകളെല്ലാം തന്നെ അവിടെ നിന്ന് ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് അതിന് മറുപടി എന്ന നിലയിൽ, അതായത് EDയുടെ പരിശോധനയ്ക്ക് മറുപടി എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവും വീണയുടെ പിതാവുമായിട്ടുള്ള പിണറായി വിജയൻ പറഞ്ഞത്, അവിടെങ്ങും ഒന്നുമില്ല, ഒരു വിസ്മയം നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒരു വിസ്മയവും അവിടെ ഉണ്ടാകില്ല എന്ന നിലയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്തു തന്നെയായാലും EDയുടെ കുരുക്ക് വീണയ്ക്ക് മേൽ മുറുകയാണ്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീണയ്ക്ക് വീണ്ടും സമൻസ് നൽകി വിളിച്ചു വരുത്തി ഇന്ന് ശേഖരിച്ച ബാങ്ക് രേഖകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. കഴിഞ്ഞ ചോദ്യം ചെയ്യൽ, അതായത് ബുധനാഴ്ച നടന്ന ചോദ്യം ചെയ്യലിൽ EDക്ക് തൃപ്തികരമായ മറുപടിയല്ല വീണയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചത്. EDക്ക് പ്രധാനമായി അറിയേണ്ടത് ഈ 2,78,00,000 രൂപയുടെ എന്ത് സേവനമാണ് CMRL നൽകിയത് എന്നുള്ളതാണ് EDക്ക് പ്രാഥമികമായി അറിയേണ്ടിരുന്നത്. ആ പണം 2 തവണയായിട്ടാണ് മാസം CRML വീണയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. വീണയ്ക്ക് പേഴ്സണലായി, വ്യക്തിപരമായി 5 ലക്ഷം രൂപ കൈമാറുന്നു, എക്സാലോജിക്കിന് 3 ലക്ഷം രൂപ കൈമാറുന്നു. അങ്ങനെ മാസങ്ങൾ എടുത്തിട്ടാണ് ഈ 2,78,00,000 രൂപ വീണയുടെ അക്കൗണ്ടിലേക്ക് വന്നത്. ആ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ വീണ തുടക്കം മുതലേ ഉറച്ചു നിന്ന ഒരു കാര്യമുണ്ട്, ഇത് സേവനത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് വീണ പറയുന്ന കാര്യം. മാത്രമല്ല, ഇതിൽ ടാക്സ് അടച്ച പണമാണ്, അതുകൊണ്ട് ഇത് ബ്ലാക്ക് മണി അല്ല, വൈറ്റ് മണിയാണ് എന്ന നിലപാടിലാണ് വീണ ഉറച്ചു നിന്നതെങ്കിലും
ഈ ഇഡിക്ക് പല സംശയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ രേഖകൾ എവിടെയാണ്? 2,78,00,000 രൂപയുടെ സേവനം നൽകിയതിന്റെ രേഖകൾ എവിടെയാണ്? എന്ത് സേവനമാണ് CMRL വീണ നൽകിയത് എന്ന ചോദ്യത്തിന് വീണ ഉത്തരമായി പറഞ്ഞത് ഏതെങ്കിലും ഡിജിറ്റൽ മാർഗത്തിലൂടെ അല്ല CMRL ഈ ഒരു സേവനം താൻ നൽകിയത്. അതായത് ഇമെയിലിലൂടെയോ ഏതെങ്കിലും ഒരു കോൺഫറൻസിലൂടെയോ വീഡിയോ കോൺഫറൻസ് വഴിയോ അല്ല ഈ സേവനം താൻ നൽകിയത്. മറിച്ച് ഈ CMRL ഉദ്യോഗസ്ഥരും താനും നേരിട്ടുള്ള മുഖാമുഖമുള്ള ഇടപാടിലൂടെയാണ് ഈ സേവനം നൽകിയതാണ് എന്നുള്ള വീണയുടെ ആ ഒരു മൊഴി ഇഡിക്ക് അത്ര വിശ്വാസ്യത വന്നിട്ടില്ല. അതുകൊണ്ട് ആ മൊഴിയിൽ കൂടുതൽ വ്യക്തത വരുത്താനായി ഇഡി വീണയെ വീണ്ടും വിളിച്ചു വരുത്തും. രണ്ടാമതായി ഇഡിക്ക് അറിയേണ്ടത് CMRL അനുബന്ധ കമ്പനിയായിട്ടുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ കമ്പനി ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ആ കമ്പനി വീണയ്ക്ക് 50 ലക്ഷം രൂപ വായ്പ നൽകിയിട്ടുണ്ട്. ആ വായ്പയിൽ 4 ലക്ഷം രൂപ മാത്രമേ വീണ തിരിച്ചടച്ചിട്ടുള്ളൂ. എന്തിനാണ് ഈ വായ്പ വാങ്ങിയത് എന്നുള്ളതാണ് ഇഡിയുടെ രണ്ടാമത്തെ സംശയം. എന്തുകൊണ്ടാണ് ഈ 4 ലക്ഷം രൂപ മാത്രം അടച്ചതിന് ശേഷം പിന്നീട് ബാക്കി തുക അടയ്ക്കാതിരുന്നത്? ഇങ്ങനെയുള്ള ഈ രണ്ട് പ്രധാനപ്പെട്ട ഇടപാട്, അതായത് സേവനം നൽകിയതിന്റെ പേരിലുള്ള 2,78,00,000 രൂപയുടെ കണക്കും ഒപ്പം 50 ലക്ഷം രൂപയുടെ CMRL അനുബന്ധ കമ്പനി നൽകിയിട്ടുള്ള 50 ലക്ഷം രൂപയുടെ വിശദാംശങ്ങളുമാണ് ഇഡിക്ക് അറിയേണ്ടത്. ഇതിന് പക്ഷേ കൃത്യമായി വീണയ്ക്ക് കഴിഞ്ഞ ചോദ്യം ചെയ്യൽ, അതായത് ബുധനാഴ്ച നടന്ന ചോദ്യം ചെയ്യൽ കൃത്യമായിട്ട് മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. ആ മറുപടി നൽകാനുള്ള വ്യക്തത എന്താണ്, അല്ലെങ്കിൽ ആ വ്യക്തമായിട്ടുള്ള മറുപടിക്ക് വേണ്ടിയിട്ടാണ് ഇഡി ശ്രമിക്കുന്നത്. വീണയ്ക്ക് കൂടുതൽ വ്യക്തമായിട്ടുള്ള മറുപടി നൽകണമെങ്കിൽ കൃത്യമായ തെളിവ് വീണയുടെ ഭാഗത്ത് ഉണ്ടാകണം. പക്ഷെ അങ്ങനെ ഒരു തെളിവ് വീണയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതായത് അവർ പറയുന്നത് ഈ സേവനം മുഖാമുഖം ചെയ്തതാണല്ലോ, അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു തെളിവ് ഹാജരാക്കാൻ വീണയ്ക്ക് കഴിയുന്നില്ല. അപ്പോൾ അടുത്ത ചോദ്യം ചെയ്യൽ കൂടുതൽ രേഖകൾ ഇഡിക്ക് ആവശ്യമാണ്. ഇപ്പോൾ തന്നെ SFIOയുടെ പക്കൽ നിന്നും അവർ വാങ്ങിയ 134 രേഖകളുടെ പകർപ്പ് ഇഡിയുടെ കയ്യിലുണ്ട്. അതിൽ വീണയുടെ മൊഴിയടക്കമുള്ള പകർപ്പുകളാണുള്ളത്. അത് വെച്ച് ചോദ്യം ചെയ്യുന്നതിനൊപ്പം തന്നെ ഇന്ന് MG റോഡിലുള്ള HDFC ബാങ്കിൽ, വീണയ്ക്ക് അക്കൗണ്ടുള്ള HDFC ബാങ്കിൽ നിന്നും ശേഖരിച്ച രേഖകൾ കൂടി നിരത്തിക്കൊണ്ടായിരിക്കും അടുത്ത പ്രാവശ്യം വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുക. ഉടൻ തന്നെ വീണയ്ക്ക് സമൻസ് അയക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.